വിവാഹിതരായ 300ഓളം ഫാമിലീസ് ഉണ്ട്. അതിൽ ഏകദേശം 100ഓളം ഫാമിലീസ് ഇന്നൊരു വേദിയിൽ എത്തിച്ചേരുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഓൾറെഡി ഗൾഫിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പല ഭാഗങ്ങളിലാണ്. അപ്പോൾ അവർക്കുള്ള ഒരു സ്നേഹമൊമന്റോ ഈ ഒരു വേദിയിൽ സമ്മാനിക്കുന്ന ഒരു സദസ്സുമാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഈ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പുസ്തകം ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഏറ്റുവാങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും ഓടക്കുഴൽ അവാർഡ് ജേതാവും അതുപോലെ തന്നെ കേരള ലളിതകല അക്കാദമി അവാർഡ് ജേതാവുമായ നമ്മുടെ പ്രിയപ്പെട്ട പി സുരേന്ദ്രൻ സാർ അവറുകളാണ്. ഒപ്പം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം ഇന്ന് ഒരു സദസ്സിൽ പങ്കുചേരുന്നുണ്ട്. കെ എ മുട്ടിക്കാട് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറയേണ്ടതായിട്ടില്ല. ആദ്യമായിട്ട് അദ്ദേഹം 1986 31-ാം തീയതി, അതായത് 31/7/1986 അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നുള്ള ആദ്യ ലേഖനം എത്തുന്നത്. കൈരളി കയ്യെഴുത്ത് മാസികയിലായിരുന്നു ആദ്യത്തെ ലേഖനം. പിന്നീട് അങ്ങോട്ട് ഒരുപാട് വ്യത്യസ്തമായ നല്ല നല്ല വരികൾ അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ നമ്മൾ കേൾക്കുകയുണ്ടായി, അല്ലെങ്കിൽ കാണുകയുണ്ടായി. വരുന്ന സമയത്ത് അവിടെ വളരെ മനോഹരമായിട്ടൊരു ഫ്ലെക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം കഴിഞ്ഞ കാലം അത്രയും എഴുതിയിട്ടുള്ളതിന്റെ ഇമ്പോർട്ടന്റ് സംഭവങ്ങളൊക്കെ ഓൾറെഡി ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് കെ എ മുട്ടിക്കാടിന്റെ ഒരു പുതിയ പുസ്തകം ഇന്ന് പ്രകാശനം നടത്തുകയാണ്. അത് അവർ പ്രകാശന ചാർത്ത് ഏറ്റെടുത്തിരിക്കുന്നത് കോഴിക്കോട് ലിബി പബ്ലിക്കേഷൻ ടീമാണ്. നമുക്കറിയാം, ലിബി ടീം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരുപാട് പുസ്തകങ്ങളെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന ഒരു പബ്ലിഷ് ചെയ്യുന്ന ഒരു ടീമാണ് ലിബി അക്ബർക്ക എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാപനമാണ് ലിബി പബ്ലിക്കേഷൻ. അപ്പൊ അവരാണ് നമ്മുടെ പ്രിയപ്പെട്ട കെയുടെ പുസ്തകം ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ ആ ഒരു ബേസിലുള്ള അവരുടെ ബാനറിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു പുസ്തകത്തെ അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ ഒഫീഷ്യൽ ഫംഗ്ഷൻ ഈ ഒരു വേദിയിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം എഴുത്ത് മേഖലയിലുള്ളവർ, അതോടൊപ്പം രാഷ്ട്രീയ, സാമൂഹിക, ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെല്ലാം നിറസാന്നിധ്യമായിട്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മോടൊപ്പം ഇന്നൊരു സദസ്സിൽ ഒത്തുകൂടുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു. 37 സ്പെഷ്യൽ ഗസ്റ്റുകൾ എഴുത്ത് മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെല്ലാം നിറസാന്നിധ്യം അറിയിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരാണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലും ഒപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഓഡിറ്റോറിയത്തിൽ 3 വർഷമായിട്ട് നടന്നിട്ടുള്ള കല്യാണം, ആ 3 വർഷമായിട്ട് കല്യാണം നടന്നിട്ടുള്ള എല്ലാ കപ്പിൾസിനെയും നമ്മൾ ഇന്നിവിടെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ 300 പേരും ഓൾറെഡി വരുന്നില്ല, 100ഓളം കപ്പിൾസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു സ്നേഹ സമ്മാനം ഈ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് നൽകുന്ന ഒരു വളരെ വ്യത്യസ്തമായ, കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരു സദസ് കൂടെ ആയിരിക്കും അത്. കാരണം ഓഡിറ്റോറിയങ്ങൾ പലതും നമ്മൾ കാണുന്നുണ്ട്, ഓഡിറ്റോറിയത്തിൽ പല കല്യാണങ്ങളും നടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരു 3 വർഷം കൊണ്ട് നടന്നിട്ടുള്ള കപ്പിൾസ്, അപ്പൊ അവരെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അതിൽ 100ഓളം പേര് ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ അവരെ നമുക്ക് കാണണം, അവരെ പരിചയപ്പെടണം. അവർക്കുള്ള സ്നേഹ സമ്മാനം ഈ ഒരു വേദിയിൽ വെച്ചൊക്കെ നൽകുന്ന ഒരു സദസ്സാണ് ഇന്നത്തെ സദസ്സ്. അപ്പൊ അതിന്
there's no one else who loves me like you used to. Sometimes we're not ourselves, there's no one I can turn to. And I know all the feelings that we shared are in the past. And I know your relationships are never meant to last. And I'll take some time, but I'll be alright. We're moving on, we're moving on. I know times are tough, but I've had enough. We're moving on, we're moving on, we're moving on. Sometimes there's no one else who loves me like you used to. Sometimes we're not ourselves, there's no one I can turn to. And I'll take some time, but I'll be alright. We're moving on, we're moving on. I know times are tough, but I've had enough. We're moving on, we're moving on, we're moving on. ബഹുമാന്യരെ, ഏറെ സന്തോഷമുള്ള ഒരു സുദിനവും സന്ദർഭവുമാണ്. വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തുകയും ഇതിൽ പങ്കെടുത്ത് നമ്മോടൊപ്പം ചേരുകയും ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും അതെന്താണെന്ന് വീക്ഷിക്കുകയും ചെയ്യാൻ വളരെ താല്പര്യത്തോടു കൂടെയാണ് നിങ്ങളെല്ലാം ഇരിക്കുന്നത്. ആദ്യമായി പറയട്ടെ, ശബ്ദത്തിനല്പം ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. ഏതായാലും ആദ്യം നമുക്കിവിടെ നടക്കാനുള്ള പരിപാടി മറ്റൊന്നുമല്ല, 3 വർഷമായി ഈ ഓഡിറ്റോറിയത്തിൽ വിവാഹിതരായിട്ടുള്ള വധൂവരന്മാർക്ക് അവർക്കുള്ളൊരു സ്വീകരണവും സൽക്കാരവും ആണ് ഇപ്പോൾ. അത് കേട്ടവരൊക്കെ പറഞ്ഞതൊരു വേറിട്ട പരിപാടിയാണ്. ആദ്യമായിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു പരിപാടി കേൾക്കുന്നതും അറിയുന്നതെന്നാണ്. അതങ്ങനെ തന്നെയാണെന്ന്, അങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. കാരണം സാധാരണഗതിയിൽ നമ്മളെല്ലാം ഇത്തരം പരിപാടികൾ ചെയ്യുമ്പോൾ അവരാരാണ് എന്താണ് എന്നൊന്നും അറിയാൻ അവർക്ക് താല്പര്യമില്ല. മറിച്ച് ഈ ഓഡിറ്റോറിയം നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വാടക കിട്ടുക, അത് വാങ്ങിച്ചു വെക്കുക എന്നതിലപ്പുറം മറ്റൊന്നും പറയണമെന്ന് താല്പര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളെ ഞങ്ങൾക്ക് വീണ്ടും കാണുന്നതിനും നമുക്ക് ഒന്നിച്ചിരിക്കുന്നതിനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെയുള്ളൊരു സൗകര്യവും അതിനുള്ള ഒരു
സംവിധാനവുമാണ് നമ്മളവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്നത് ഒരു വേറിട്ട പരിപാടിയാണെന്ന് പറയാൻ കാരണമായത്. ഏതായിരുന്നാലും ഇതിൽ പങ്കെടുക്കാൻ 300ഓളം പരിപാടികളാണ് ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ 3 വർഷം കൊണ്ടുണ്ടായിട്ടുള്ളത്. അതിൽ 300 ആളുകളെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 100 പേരെയാണ് ഞങ്ങൾ കിട്ടിയത്. ബാക്കിയുള്ളവരൊക്കെ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ജോലി തേടിപ്പോയവരും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് ആദ്യം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചിലത് പറയാതിരിക്കാൻ പറ്റില്ല. ചിലരൊക്കെ ഞങ്ങൾ വിളിക്കുമ്പോൾ നാട്ടിൽ ഇല്ലാത്തതിൻ്റെ പേര്, അതായത് ഫാദറോ അങ്കിളോ ഒക്കെ ആയിരിക്കും ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്ന ആളുകൾ. അവർ ബുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പക്ഷേ വിദേശത്താകുമ്പോൾ ആ നമ്പറുകൾ സ്വിച്ച് ഓഫ് ആയിരിക്കും. അങ്ങനെ കിട്ടാതെ പോയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്നും പരമാവധി ഇത് കിട്ടാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയ 1 മാസം മുൻപേ നിങ്ങളുടെ ആളുകളെ ക്ഷണിച്ചു വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെയുള്ള ഈ വധുവരന്മാർക്കൊക്കെയുള്ള മൊമെന്റുകൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് പേര് വെച്ചുകൊണ്ടല്ല. അപ്പോൾ പേര് വെക്കാൻ കഴിയാത്തവർക്കും മൊമെന്റുകളുണ്ട്. ഇനി ആർക്കെങ്കിലും കിട്ടാതെ പോവുകയാണെങ്കിൽ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കിട്ടാതെ പോവുകയാണെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അവർക്കൊക്കെയും ഞങ്ങൾ വിതരണം ചെയ്യപ്പെടും എന്ന് കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് എത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഈ പുസ്തക പ്രകാശനമാണ്. നിങ്ങൾക്കറിയാം, 2 മണിക്കാണ് ചെയ്ത് സാധിക്കലി സിയാത്തങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് മറ്റു പരിപാടികളിൽ എത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്കെല്ലാം ഭക്ഷണം കഴിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെയൊക്കെ ആദരവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഒരുപാട് വളരെ ദൂരയിൽ നിന്നും വന്നിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെ വളരെ പ്രയാസപ്പെട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം കാണിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരൊക്കെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം പ്രധാന പരിപാടിയിൽ സ്വാഗതം വന്നിലെത്താം. അവിടെ വരാനിരിക്കുന്നുണ്ട്. നിങ്ങളത് പരിചയപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ വന്നു നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെയും സ്വാഗതം ചെയ്യാൻ. പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ സാദിഖലി ശിഹാബ്. അതുപോലെ തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് എഴുത്തുകാരനും ചിന്തകനും പ്രാസംഗികനൊക്കെ ആയിട്ടില്ല പ്രിയങ്കരനായിരിക്കുന്ന ഈ സുരേന്ദ്രൻ സാറാണ്. അദ്ദേഹം ഇവിടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഈ പുസ്തകത്തിൽ പരിചയപ്പെടുന്നത് നമ്മുടെ നസീബ് അനന്താവൂർ, നമ്മുടെ നാട്ടുകാരനാണ് നസീബ് അനന്താവൂറാണ്. അദ്ദേഹമാണ് ഈ പുസ്തകത്തിൽ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട്. ഈ പരിപാടികളൊക്കെ നമുക്ക് എന്ത് വേണം, പരിചയപ്പെടുത്തലും അതേപോലെ തന്നെ കുറച്ച് ആശംസകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മുമ്പേ നടത്താം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അത് നിങ്ങൾക്ക് സഹകരിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെയ്യാറുള്ളത് ഈ കപ്പിൾസിന് കുറച്ച് മൊമെന്റുകൾ വിതരണം ചെയ്യാണ്ട് അതിന് ആങ്കർ പേര് വിളിക്കുമ്പോൾ അവരും അത് കൊടുക്കാനുള്ളവരുടെ വേദിയിലേക്ക് കയറി വരണം എന്ന് കുട്ടികൾ അവരോട് അറിയിക്കുകയാണ്. നമുക്ക് പരിപാടി വരാതെ എത്തിക്കൊണ്ടത് സാധിക്കുന്നില്ല. എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് മറ്റു പരിപാടിയിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട കെ പറഞ്ഞതുപോലെ ഇത് ഒരു പക്ഷേ ആദ്യമായിട്ടൊരു സംഭവമായിരിക്കും. ഒരു ഓഡിറ്റോറിയത്തിൽ 3 വർഷം കൊണ്ട് കല്യാണം കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ കപ്പിൾസിനെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്കൊരു സ്നേഹ സമ്മാനം നൽകുക എന്നുള്ളത് ഒരു പക്ഷേ അല്ലേ ആദ്യമായിട്ടൊരു സംഭവമായിരിക്കും. അങ്ങനെ ആണെങ്കിലും ഒരു കയ്യടി ആവട്ടെ. അങ്ങനെ ഒരുപാട് ഓഡിറ്റോറിയത്തിൽ ഒരുപാട് കല്യാണങ്ങൾ നടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു പോയവരെ വീണ്ടും വിളിച്ചു വരുത്തി അവരെ ഒരിക്കലും കൂടെ കാണാനുള്ള അവസരവും ഒപ്പം അവാർഡ് ജേതാവ്, ഓടത്തുടൽ അവാർഡ് ജേതാവ്, എഴുത്തുകാര അക്കാദമി അവാർഡ് ജേതാവ് കൂടെയുള്ള പി സുരേന്ദ്രൻ എടപ്പാളം ഏറ്റുവാങ്ങുകയാണ്. യെസ്, നിറഞ്ഞ മനസ്സോടെ എല്ലാവരും നല്ലൊരു കൈയ്യടി ഗംഭീരമായി.
തങ്ങളെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്ലീസ്. അതിനെ വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. കാരണം ഇതെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നതും ഒരു വലിയ അടങ്ങാത്ത ആഗ്രഹമാണ്. നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു ചേർത്ത് അവർക്കൊക്കെ വേണ്ടുന്ന സൽക്കാരങ്ങളൊക്കെ നൽകി അവരെ കൂട്ടിയിരുത്തി ഇതുപോലെയൊക്കെ പരിപാടി സംഘടിപ്പിക്കുക എന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഒരു പുസ്തകം എഴുതുമ്പോൾ ഇവിടെ എഴുത്തുകാരും തങ്ങളും അത് ഏറ്റുവാങ്ങിയ സുരേന്ദ്രൻ സാറൊക്കെ പരിചയപ്പെടുത്തിയ ശശി വരന്തവരും എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കുഞ്ഞിൽ ഞാൻ കാണുന്ന കായക്കലി മാഷവും അതേപോലുള്ള സ്വന്തം പറഞ്ഞ മൗലൂദ് സാഹിബ് മറ്റൊരു ആശംസകൾക്ക് നേർന്ന ഒട്ടേറെ ആളുകൾ പുസ്തകത്തെക്കുറിച്ചും എന്നെയും എൻ്റെ എഴുതിനെ കുറിച്ചൊക്കെ ഇവരൊക്കെ പറയുന്നതായി. ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയപ്പോൾ സാധ്യയിൽ വെച്ച് പ്രകാശനം ചെയ്യാം എന്നായിരുന്നു ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത്. എന്നാൽ അങ്ങനെ സാധ്യയിൽ വെച്ച് പുസ്തകം പ്രകാശനം നടത്തുമ്പോൾ അതൊരിക്കലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആവില്ല എന്ന എൻ്റെ അടുത്തൊരു കൂട്ടുകാരനും എഴുത്തുകാരനുമായ ജുബൈറാണ് എന്നോട് ആവശ്യം പറയുന്നത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നാട്ടിൽ വെച്ച് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചായിരിക്കണം ആ പ്രകാശനം ചെയ്യപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, അപ്പോൾ അത് ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കണം? അതിന് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബത്തിലുള്ള എല്ലാ ആളുകളും മുൻപേ മരിച്ചു പോയിട്ടുള്ളവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും എല്ലാവരും എനിക്ക് അടുത്തറിയുന്നവരാണ്. എന്നെ അറിയുന്നവരും മരിച്ചുപോയ മഹാന്മാരായ ഉപ്പോയ തങ്ങൾ അവിടെ നിന്നിട്ട് എനിക്കറിയാം. ഉപ്പോയ തങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്.
സിഹാർത്ഥങ്ങളാണെങ്കിലും വെള്ളത്തങ്ങളാണെങ്കിലും ഇവരൊക്കെ ആയിട്ട് സിഹാർത്ഥങ്ങളായിട്ട് വളരെ അടുത്ത ബന്ധമില്ലെങ്കിലും അതിനുശേഷമുള്ള ഹൈദരലി തങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറെ പറയാനുണ്ട്. അത്രമാത്രം ബന്ധമായിരുന്നായിട്ട് അദ്ദേഹമായിരുന്നു ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അപ്പോഴേക്കും അദ്ദേഹം രോഗബാധിതനായി അദ്ദേഹം മരണപ്പെടുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഉമറേഷ്യ തങ്ങളുടെ മകൻ റഷീദ് തങ്ങളാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരെയും എനിക്ക് അടുത്തറിയാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ പ്രകാശന ക്രമത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ആളാരാണ് ആ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും. അത് ആരായിരിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഇന്നിരിക്കുന്ന ആരാണോ ആ ആളെ കിട്ടുന്നവരാണെന്ന് നമ്മുടെ ആവശ്യം. അത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കേട്ടപ്പോൾ കാണിച്ചത് ഒരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം തല കൊണ്ടിട്ട് കയ്യിലേക്ക് തല കുലിച്ചു വെച്ചുകൊണ്ട് 3 പ്രാവശ്യം കുലിക്കൊണ്ട് ചിരിച്ചു. എന്താണ് ഞാൻ കേൾക്കുന്നത്, എന്താ ഞാൻ കേട്ടത് എന്നായിരുന്നു. ഇത്രകാലം ഞാൻ അറിയാത്ത ഒരു അബുവാജിയാണല്ലോ ഇപ്പോൾ ഞാൻ അറിയാൻ പോകുന്നത്. ഇതൊക്കെ ഈ അബുവാജിനിലുള്ളത് തന്നെയാണോ എന്നുള്ള രീതിയിലുള്ള ചിരിയായിരുന്നു. ആ ചിരി ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോൾ അവസാനം ഞാൻ കൈകൾക്ക് തിരിയുമ്പോഴും ആ ചിരിയുടെ ഭാഗം ഇപ്പോഴും ഉണ്ട് യഥാർത്ഥത്തിൽ. ഇന്നലെ കണ്ടവരും എന്തിനാണ് അപ്പോൾ ഇപ്പോൾ എന്നോട് പറഞ്ഞാൽ പോയതെന്താണല്ലോ, ഇനി ഞാൻ നിങ്ങളെ അബുവാജിന്നല്ല വിളിക്കുക, നിങ്ങളെ കേരളത്തിക്കാണെന്നായിരുന്നു ഞാൻ വിളിക്കുകയാണ്. അത് വളരെ സന്തോഷത്തോടെ പിരിഞ്ഞു പോയി. സന്തല്ല വളരെ സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇത് ഏറ്റുവാങ്ങിയ ഈ വ്യക്തിത്വം, അതായത് നല്ലൊരു ചിന്തകനാണ്, നല്ല പ്രാസംഗികനാണ്, നല്ല എഴുത്തുകാരാണ്. ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ വ്യക്തിത്വമാണ് ഏറ്റുവാങ്ങിയത്. അതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. സുരേന്ദ്രനാഥിലൂടെ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തിയ ആളെ കുറിച്ച് പറയുമ്പോൾ, ഇത് നമ്മുടെ നാട്ടുകാരനാണ്. ഇതിൻ്റെ ഇടയ്ക്കൊണ്ട് ഒരാൾ ചോദിച്ചു, ആരാണിപ്പോൾ ഈ നസീബൻ ഉണ്ടാവുക, അറിയാത്തൊരു പേരാണല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ ഞാൻ പരിചയപ്പെടുത്താം. മുള്ളമടക്കൽ അഹമ്മദി എന്നാണ് അറിയപ്പെടുന്നപ്പോൾ മൂപ്പരാണെന്നാണ്. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു ഗുരുനാഥനാണ്. അദ്ദേഹം ഈ മേഖലയിലേക്കൊക്കെ എനിക്കൊരു പ്രേരണയായിട്ട് അദ്ദേഹം മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സജീവമായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്നും അദ്ദേഹം അതിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ ചെറിയ കൃതി പരിചയപ്പെടുത്താനുള്ളതാണ്. അതിന് വളരെ സന്തോഷമുണ്ട്. പിന്നെ ധാരാളം പേര് ഇവിടെ ഇത് ആശംസിക്കാൻ വേണ്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒത്തു ദൂരെ നിന്ന് വന്നവരുണ്ട്. കൊല്ലത്തു നിന്നും, പിന്നെ എറണാകുളത്ത് നിന്നും, പാലക്കാട് നിന്നും, തൃശ്ശൂരിൽ നിന്നും, കാസർഗോഡ് നിന്നും, കണ്ണൂരിൽ നിന്നും, എല്ലാ ഭാഗങ്ങളിലും, കോഴിക്കോട് നിന്നൊക്കെ വന്നവരുണ്ട്. അവരൊക്കെ പ്രത്യേകം ക്ഷണിക്കാനോ സൽക്കരിക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമെന്നത് എടുത്താലേക്ക് അതിലാർക്കെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടാറുണ്ട്. അവരെല്ലാവരും ഏകദേശം എല്ലാവരും പിരിയും, എല്ലാവരും ട്രെയിനിൽ വരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇനിയും നമ്മുടെ സെക്സ്റ്റുകളായിട്ടുള്ള റംസീദ നമ്മുടെ ബ്ലോക്ക് മെമ്പറാണ്. റംസീദ ടീച്ചർ അല്പം വൈകിയാണ് വന്നത്. അതുകൊണ്ട് റംസീദ ടീച്ചറിനോട് പിന്നെ ചെറിയൊരു മണക്കില്ലാൻ വേണ്ടി. അപ്പോൾ ഏതായാലും നല്ലോട് എത്തിയിട്ടുണ്ടല്ലോ, സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ജലീൽ മാഷ് റംസീദ ഭർത്താവാണ്. ഞങ്ങളുടെ ഇവിടുത്തെ പ്രാദേശിക ചന്തയുടെ റിപ്പോർട്ടും ഒപ്പം നല്ല പ്രാസംഗികരുടെ സംഘടനയുടെയൊക്കെ സജീവ സാന്നിധ്യമാണ് അതിനോടുണ്ട്. ശരീരക്കാരാണ് ദിവസം. പിന്നെ ഇവിടെ ഉള്ളത് വീണ്ടും കൊണ്ട് ഞാൻ എടുത്തു പറയാം, ഞാൻ ഇതിൻ്റെ സുഹൃത്ത് ഈ തിരക്കിൽ കൈ തരാതെ മറുപടി എടുക്കുന്നത് പോകുന്നതെന്ന് പറയാതെ പോയില്ല. കൊല്ലൂരിലുള്ള നാസിമുദ്ദീൻ കൊല്ലത്തു നിന്നോട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴും പോയിട്ടില്ല. അതുകൊണ്ട് ഈ ചടങ്ങിനോടും എന്നോടുള്ള സന്തോഷം കൊണ്ടാണ്. പിന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞു കഴിയുന്നത് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഈ കാര്യത്തെക്കുറിച്ച്. കഥയെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കഥ ഒരു ഗ്രാമത്തിൽ ഉണ്ടായൊരു കഥയാണ്. ഒരു
പെൺകുട്ടിയുടെ കഥയാണ്. ഒരു പിന്നെ ഉപയോഗ ഇവിടെ എന്ത് വേണം റിയലി. അപ്പോൾ പിന്നെ ആ കുട്ടിയുടെ കഥയാണ്. ആ കുട്ടിയുടെ കൂടെ നമ്മൾ കഥയിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ടിട്ട് മഴ നനഞ്ഞുകൊണ്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന കുട്ടിയാണ്. അപ്പോൾ അന്ന് ഒരു കുട വാങ്ങാനോ കുട ചൂടാനോ ഒന്നും കഴിയാത്ത അത്രയും പ്രയാസമുള്ള ഭാരാർത്ഥമായ ജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തിലുള്ള കുട്ടിയാണ്. ആ കുട്ടിക്കാകെ ഒരു ഉമ്മയും ആ കുട്ടിയാണുള്ളത്. അവർക്കാണെങ്കിൽ മറ്റ് പല സഹായങ്ങളും വളരെ അപൂർവവും കുറവുമാണ്. തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു കുടുംബമാണ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ ആ സ്കൂൾ വിട്ട് കടന്നു വന്നുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങുന്ന ജീവിതമാണ്. അവൾക്ക് അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി ജനിക്കുന്നത് വരെയാണ് കഥ. അവിടെ വെച്ചാണ് നമ്മൾ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഈ കഥയിലുള്ളത് ഒരു ഉമ്മയും മകളും ശ്രീസാർക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു ഉമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധം. അങ്ങനെ ജീവിക്കുന്ന അവർക്ക് അതിലൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുന്നു. അപ്പോൾ നിങ്ങൾ പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉള്ളവർക്ക് വായിക്കാം, ഇല്ലാത്തവർക്ക് വായിക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് DV പബ്ലിക്കേഷനാണ് ഇതിൻ്റെ ഈ പുസ്തകം വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കോപ്പികളൊന്നും കയ്യിൽ കിട്ടിയില്ല. ബാക്കി എന്തെങ്കിലും വന്നാൽ തന്നെ അവർ തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുസ്തകം വാങ്ങിയാൽ നിങ്ങൾക്ക് പുസ്തകം കയ്യിൽ കിട്ടാൻ സാധ്യതയുള്ളതെന്ന് കൂടി പറയാം. അപ്പോൾ അതിൽ പറയുന്നത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് പ്രതിപാദിക്കുന്നത്. അങ്ങനെ അവൾക്കുണ്ടായ 2-3 ഘട്ടങ്ങളാണ് ഉള്ളത്. അതായത് തളർച്ചയും വളർച്ചയും പതർച്ചയും. അത് ആദ്യം തളർച്ചയിൽ തുടങ്ങി, പിന്നെ വളർച്ചയിലുണ്ടായി, പിന്നെ പതർച്ചയിൽ എന്ത് ചെയ്യും ഞാൻ, ഇനി എന്ത് ചെയ്യും എന്ന നിലയ്ക്ക് സ്വന്തം കുട്ടിക്ക് അതായത് വിഷം കലക്കി കുടിക്കാൻ കൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് കാലക്കുട്ടിയെല്ലാം ഒരുക്കി തയ്യാറാക്കി കാത്തിരുന്ന് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് അതിലേക്ക് കടക്കുമ്പോഴാണ് വർഷങ്ങളേറെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തൻ്റെ ഭർത്താവ് അതിനുവേണ്ടി അതിൻ്റെ ക്രിയകളൊക്കെ നടത്തി ആ ഭർത്താവിന് ഇല്ല എന്നുള്ള രൂപത്തിലുള്ള അവർക്ക് അറിയിക്കുന്ന രീതിയിലുള്ള ക്രിയകളൊക്കെ നടത്തി ആ ക്രിയകൾ നടത്താൻ പോലും കാശില്ലാത്തത് കൊണ്ട് ചെറിയ കുട്ടി തൊണ്ടിൽ സൂക്ഷിച്ചു വച്ചിരുന്ന 400 രൂപയോളം വരുന്ന ചില്ലിക്കാസുകളാണ് അന്ന് അവിടെ ആ പിന്നെ കർമ്മത്തിന് വേണ്ടി വന്ന എല്ലാവർക്കും കൊടുക്കാനും അതിൽ അവർക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. അതും ഈ കുട്ടി തൊണ്ട് പൊട്ടിക്കാതെ കിട്ടിയാൽ ഇനിയും എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതിൽ നിക്ഷേപിക്കാമെന്നുള്ള ആർത്തിയോടെ താല്പര്യത്തോടുകൂടെ അത് പൊട്ടിക്കാതിരിക്കാൻ വളരെ ശ്രമം നടത്തി. ഈ കുറേ പ്രാവശ്യം അതിന് സംഘം നടത്തിയെങ്കിൽ കിട്ടാതെ പോയപ്പോൾ അവസാനം കണ്ണീരോട് തട്ടിപ്പൊട്ടിക്കുകയുള്ളൂ. അങ്ങനെ അതൊക്കെയാണ് ഈ കഥയുടെ കാര്യങ്ങളും കഥയിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ. ഞാൻ നോക്കി പറയുന്നില്ല, സമയം നിർമ്മിച്ചുകൊണ്ട് പോകാനുള്ള തിരക്കുള്ളവരാണ് സുരേന്ദ്രൻ സാറുകളെ. അതുകൊണ്ട് ഞാൻ ഈ നിങ്ങൾ തന്ന അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ച ഈ സൽക്കാരത്തിനും സ്വീകരണത്തിനൊക്കെ നിങ്ങൾ ഞങ്ങളോട് കൂടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് അറിയിക്കാനും നന്ദി പറയാനോടെ ഒരാളും കൂടി ബാക്കി നിൽക്കുന്നു നിങ്ങളോട് നന്ദി പറയാൻ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ തന്ന ഈ സഹായത്തിനും സഹകരണത്തിനും നന്ദി എൻ്റെ ഭാഗത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടെ ഈ സായാഹ്നം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.